നിമിത്തവും ശകുനവും നിത്യജീവിതത്തിലെ രണ്ടാം ഭാഗം. വിവാഹത്തിനുള്ള യാത്ര കണ്ടാൽ ഉദ്ദിഷ്ട കാര്യസാധ്യമുണ്ടാകും. ഭർത്തൃയുക്തയായിട്ടുള്ള സ്ത്രീ യാത്രാമുഖേ വന്നാൽ സൽസന്താന ലാഭം വരും, ധനലാഭമുണ്ടാകും. പ്രായേണ വെളുത്ത സാധനങ്ങൾ, ശുഭ്ര വസ്ത്രങ്ങൾ, ശുഭവും കറുത്ത സാധനങ്ങളാണെങ്കിൽ അശുഭങ്ങളുമായിരിക്കും. ഹോരാശാസ്ത്രത്തിൽ മത്സ്യൗഘടീ നിർമിഥുനം സഗതം സവീണം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകത്തിൽ അതിൻ്റെ വിചിത്രാർത്ഥം ചിന്തിക്കുമ്പോൾ അത് നിമിത്ത ശകുനാദികളെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ പ്രസിദ്ധമാണത്. മത്സ്യങ്ങൾ, ഒരു മീൻ മാത്രം വന്നാൽ അത് ദോഷമാണ്. മത്സ്യങ്ങൾ ഒന്നിൽ കൂടുതൽ വരണം, ഒരാണും ഒരു പെണ്ണും കൂടി വരണം, അല്ലെങ്കിൽ അവർ പോകുന്നത് കാണുക. ആവശ്യമായോ ഉപജീവനത്തിനായോ ആയുധം കയ്യിലേന്തുന്നവൻ, വീണ, വയലിൻ തുടങ്ങിയിട്ടുള്ള സംഗീത ഉപകരണങ്ങൾ, കണ്ണാടി കയ്യിലേന്തി വരുന്നവൻ, വാഹനങ്ങളിൽ കയറി വരുന്നവൻ, സമുദ്രജീവികൾ, സൈന്യം മുന്നോട്ട് പോകുന്നത് കാണുക, സാധു മൃഗങ്ങളുടെ മുഖം കാണുക, വലിയ പ്രഭുക്കൾ, കച്ചവടക്കാരും അവരുടെ വാഹന വ്യൂഹങ്ങളും കാണുന്നത് ശുഭമാണ്. കന്യക, ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നേരിട്ട് വരുന്ന തോണിയും മറ്റും ശുഭകരമായ നിമിത്ത ശകുനാദികളാണ്. സർവ്വകാര്യങ്ങളും ദോഷങ്ങളെല്ലാം അകന്ന് നമുക്ക് സാധിച്ചു കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഹരി ഓം.